തൻ്റെ ആശയങ്ങളും പണവും വിശ്വാസങ്ങളുമായി ട്രംപ് നരകത്തിലേക്ക് പോട്ടെ. ഞങ്ങളിവിടെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ഞങ്ങൾ അയാളുടെ സ്വകാര്യ സ്വത്തല്ല. സാമിർ അബു ബാസിൽ എന്ന ഗസക്കാരൻ്റെ വാക്കുകളാണിത്. അന്തർദേശീയ ന്യൂസ് ഏജൻസി റോയിട്ടേഴ്സിനോട് അയാൾ പറഞ്ഞതാണിത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കുടിയിറക്കൽ ആഹ്വാനത്തെ പുച്ഛത്തോടെ തള്ളിക്കളയുകയാണ് ഫലസ്തീനികൾ. കോൺക്രീറ്റ് കൂനകൾ മാത്രമായി ശേഷിക്കുന്ന വീടുകൾക്ക് മുന്നിൽ നിന്ന് തീർത്തും ശൂന്യമായെന്ന് ലോകം വേവലാതി കൊള്ളുന്ന ഭാവിയിലേക്ക് നോക്കി നിന്ന് ആർജവത്തോടെ അവർ ലോകത്തെ അതിശക്തമായ ഭരണകൂടത്തോടും ഭരണാധിപനോടും പറയുന്നു, നോ, ഞങ്ങളുടെ മണ്ണിൽ നിന്ന് നാടുകടത്താനും കൈമാറാനുമുള്ള നിങ്ങളുടെ ഒരു പദ്ധതിയും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അതിന് കഴിയുമെന്ന് സ്വപ്നങ്ങളിൽ പോലും നിങ്ങൾ കരുതുകയും വേണ്ട. സംഘർഷം അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ് ആഗ്രഹിച്ചതെങ്കിൽ ഇസ്രായേലികളെ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് പുറന്തള്ളുക. അവരാണ് ഈ മണ്ണിന് അപരിചിതർ, ഫലസ്തീനികളല്ല. ഞങ്ങൾ ഈ മണ്ണിൻ്റെ ഉടമകളാണ്. 5 മക്കളുടെ പിതാവ് കൂടിയായ സാമിർ കൂട്ടിച്ചേർക്കുന്നു. 1.5 കൊല്ലം തുടർച്ചയായി നിങ്ങൾ വർഷിച്ച അതിമാരക പ്രഹരശേഷിയുള്ള ബോംബുകൾക്ക് ഞങ്ങളെ തുരത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് താങ്കളുടെ ഈ ഭീഷണികൾക്ക്. തകർന്ന തരിപ്പണമായ അതേ മണ്ണിൽ നിന്ന് ഗസൻ ജനത ട്രംപിനെ വെല്ലുവിളിക്കുകയാണ്. അഹങ്കാരത്തോടെയാണ് ട്രംപ് സംസാരിക്കുന്നത്. അയാൾക്ക് ഞങ്ങളെ പരീക്ഷിക്കാം, എന്നാൽ അയാളുടെ ഒരു കളിയും ഞങ്ങൾക്ക് മേൽ വിലപ്പോവില്ലെന്ന് അയാൾക്ക് വൈകാതെ മനസ്സിലാവും. സാമിർ തുറന്നടിക്കുന്നു. ഞങ്ങളെ നാടുകടത്താനുള്ള ഏത് പദ്ധതിയെയും നിരസിക്കുകയും ചെറുക്കുകയും ചെയ്യുമെന്ന് ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന സയ്യിദ് അബു എലൈഷി പറയുന്നു. എലൈഷിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളും കുടുംബത്തിലെ മറ്റു 2 ഡസൻ പേരും കഴിഞ്ഞ 15 മാസത്തിനിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വടക്കൻ ഗസയിലെ ബോംബിട്ട് തകർത്ത വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കൂടാരത്തിലാണ് അദ്ദേഹവും അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളും ഇപ്പോൾ താമസിക്കുന്നത്. എന്നിട്ടും തങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോവില്ലെന്ന് സയ്യിദ് പറയുന്നു. ഞങ്ങളുടെ ഭൂമി വിട്ടുപോവില്ല. ഒരു 2ാം നക്ബ ഞങ്ങൾ അനുവദിക്കില്ല. നമ്മുടെ ഭൂമി വിട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ വളർത്തുന്നതും. 2ാം നക്ബ അനുവദിക്കരുതെന്ന പാഠങ്ങൾ ഞങ്ങൾ അവർക്ക് ചൊല്ലിക്കൊടുക്കുന്നു. 65കാരിയും 6 മക്കളുടെ മാതാവുമായ ഉമ്മു താഹിർ ജമാൽ പറഞ്ഞ വാക്കുകളാണിത്. ട്രംപിന് ഭ്രാന്താണ്. യുദ്ധത്തിനും പട്ടിണിക്കും ആട്ടിപ്പായിക്കാനാവാത്ത ജനതയെ എങ്ങനെ ആട്ടിപ്പായിക്കാമെന്നാണ് അയാൾ കരുതുന്നത്. അവർ പരിഹസിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം ചൊവ്വാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഗസയിൽ നിന്നുള്ള ഫലസ്തീനികളെ ഈജിപ്തിലോ ജോർദാനിലോ മറ്റെവിടെയെങ്കിലുമോ ദേശങ്ങളിൽ പുനരധിവസിപ്പിക്കണമെന്ന് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഫലസ്തീനികളെ തങ്ങളുടെ മണ്ണിൽ പുനരധിവസിപ്പിക്കാനുള്ള ട്രംപിൻ്റെ ആഹ്വാനം ഈജിപ്തും ജോർദാനും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഫലസ്തീനികളെ അവരുടെ ജന്മനാട്ടിൽ നിന്ന് അവരെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള ശ്രമമാണിതെന്ന് മനുഷ്യാവകാശ സംഘങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ 60 വർഷത്തെ ഗസയുടെ വികസനമാണ് അമേരിക്ക നൽകിയ ആളും ആയുധവും ഉപയോഗിച്ച് നെതന്യാഹു ഭരണകൂടം ചുട്ടു ചാമ്പലാക്കിയത്. കഷ്ടപ്പാടും പട്ടിണിയും നരകതുല്യമായ ജീവിതവും നയിച്ച ശേഷം തളർന്നെത്തുന്ന ഗസ നിവാസികളെ കാത്തിരിക്കുന്നത് 42 ദശലക്ഷം ടൺ അവശിഷ്ടങ്ങളാണ്. എന്നാൽ അവിടെ നിന്ന് പുതിയ ജീവിതമെന്ന വിദൂര സ്വപ്നത്തെ ആഘോഷമാക്കുന്ന ജനത കൂടിയാണ് ഫലസ്തീൻ ജനത. ഫലസ്തീനികൾക്ക് ഗസയല്ലാത്ത ഒരിടത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. ഫലസ്തീൻ കേവലം ഒരു രാജ്യമോ വാസകേന്ദ്രമോ അല്ല എന്ന് ആ ജനത നമുക്ക് കാണിച്ചു തന്നതാണ്. അതൊരു വികാരമാണ്. സഹസ്രാബ്ദങ്ങളുടെ പഴമയുള്ള നാഗരികതയുള്ള വെളിച്ചമാണ്. ഇപ്പോഴുള്ള ട്രംപിൻ്റെ പ്രസ്താവന 1948 ഇസ്രായേൽ യുദ്ധത്തിൽ അവരുടെ വീടുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഫലസ്തീനികളെ പുറത്താക്കുകയും കുടിയിറക്കുകയും ചെയ്തതിൻ്റെ തുടർച്ചയാണ്. ആ സംഭവം ഫലസ്തീനികൾക്കിടയിൽ നക്ബ എന്നാണ് അറിയപ്പെടുന്നത്. ദുരന്തം എന്നതിൻ്റെ അറബി പദമാണിത്. എന്നാൽ ഇനിയൊരു നക്ബ അനുവദിക്കില്ലെന്ന് തന്നെയാണ് ആ തകർച്ചയ്ക്ക് മേലെ നിന്നുകൊണ്ട് ഓരോ ഫലസ്തീനിയും ആവർത്തിക്കുന്നത്. അതെ, ഗസ എന്നത് ഒരു കരളുറപ്പാണ്. മനുഷ്യൻ്റെ ഭാവനകൾക്ക് അതീതമായ അത്രയും കരുത്തുറ്റ ഒരു ദേശം. മനുഷ്യന് സാധ്യമായ മുഴുവൻ സഹനത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും ഏത് അളവുകോലിനും അപ്പുറം നിന്ന് അതിജീവനത്തിൻ്റെ പുതിയ പാഠങ്ങൾ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ജനത. ഒരു പാഠപുസ്തകം കൂടിയാണ് ഗസ. സ്വാതന്ത്ര്യം എത്രമേൽ വിലമതിക്കപ്പെടേണ്ടതാണ് എന്ന് ലോകത്തിലെ ഓരോ മനുഷ്യരെയും പഠിപ്പിക്കുന്ന പാഠപുസ്തകം. മരണഭയമില്ലാതെ നിലയുറപ്പിച്ചാൽ ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താനാവില്ലെന്ന് പാഠം പഠിപ്പിക്കുന്ന പാഠപുസ്തകം.